അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ക്ലോക്ക് ഉണ്ടാക്കാൻ പോകണേ. ഈ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ ഒരു ചാനലിൽ കണ്ട ക്ലോക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരോട് ഇത് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഉണ്ടാക്കുന്ന ക്ലോക്കാണ്. ആദ്യം തന്നെ പറയാമല്ലോ, ആ ചാനലിൻ്റെ പേര് ഞാനിതാ ഇവിടെ കൊടുക്കാം. റിസ്യൂസ് ഫ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ കയറി നോക്കാൻ നല്ല കിടിലും ക്രാഫ്റ്റ് കാണാൻ പറ്റും. അവർ തന്നെയാണ് നമുക്ക് ഈ മെറ്റീരിയൽ എവിടെ കിട്ടുന്നുള്ളതും അങ്ങനെ മെറ്റീരിയൽ ലിങ്കൊക്കെ തന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് ചെയ്യണ ഒരു നല്ല ക്യൂട്ടായിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ അത്ര ഭംഗിയുള്ളൊരു ക്ലോക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, സ്റ്റുഡിയോ ഡിസ്ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ആയിട്ട് തന്നോട്ടാ. പിന്നെ തൊപ്പിലേ, അത് മുടി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തൊപ്പി വെച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതെ, ക്ലോക്കാണ്. അപ്പോൾ നമുക്ക് ക്ലോക്കിനൊരു ബേസ് വേണം, ഒരു ഫേസ് വേണം. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ ഫേസ് നമ്മൾ ഈ വാങ്ങിയുള്ളത് MDFിൻ്റെ ക്ലോക്ക് ഫേസ് എന്ന് പറഞ്ഞിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള വാങ്ങിയതാണ്. ഈ MDF എന്നൊക്കെ പറഞ്ഞ് ഭീകര സംഭവമൊന്നുമല്ല, അങ്ങനെ മീഡിയം ഡെൻസിറ്റി ഫൈബർ എന്നുള്ളതാണ് MDF. വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ എക്സാം ബോർഡ് എന്നുണ്ട്, എക്സാമിനൊരു ബോർഡും ഉണ്ടായിരുന്നില്ലേ, അതേ സെറ്റപ്പാണ് ഈ MDF എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 15x15 എന്നുള്ള വലുപ്പത്തിലുള്ള സമചതുരത്തിലുള്ള ഒരു ബോർഡാണ്. MDFിൻ്റെ റെഡിമെയ്ഡ് വാങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ കട്ടകളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ വെക്കാനുള്ള ഈ ഒരു ഹോളും ഉണ്ടാവും. നമ്മൾ ബേസായിട്ട് ഒരു വൈറ്റ് കളർ അടിക്കുകയാണ്. നമ്മളിവിടെ സ്പ്രേ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ അക്രലിക്കാണുള്ളതെങ്കിൽ അക്രലിക്ക് തേക്കാം. അപ്പോൾ ബേസ് എപ്പോഴും വൈറ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ഇങ്ങനെ അടിച്ചെടുത്തത്. നല്ല വൃത്തിക്ക് അടിക്കണമെന്നൊന്നും പറയില്ല, ചെറുപറാന്ന് അടിച്ചാൽ മതി. നമ്മളിന്നൊരു പുതിയൊരാളും കൂടി പരിചയപ്പെടുത്തി തരാം. പേര് ഡിക്കോ മാജിക് എന്നാണ്. ഇയാളെ നമുക്കറിയാം, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന നമ്മുടെ സ്ഥിരം ഒരാളിൻ്റെ മറ്റൊരു മുഖമാണ് ഇട്ടത്. ഇതെന്ന് പറഞ്ഞാൽ പ്രിൻ്റഡ് ടിഷ്യൂ അല്ലെങ്കിൽ പ്രിൻ്റഡ് നാപ്കിൻ അല്ലെങ്കിൽ ഡെക്യൂപ്പേജ് പേപ്പർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ പറയാം. കാര്യമൊന്നുമില്ല, ഒരു പേപ്പറിൽ നല്ല വൃത്തിക്ക് നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട്, നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങളല്ല, അവർ ആവശ്യമുള്ള ചിത്രങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കും. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ നമ്മുടെ പുതിയൊരു ബ്രഷ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വൃത്തിയുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ക്ലാസ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പേപ്പറാണ് നമ്മൾ വാങ്ങിയുള്ളത്. നമ്മൾ 3 വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5 രൂപ മുതൽ തുടങ്ങും കേട്ടോ. 5 രൂപ മുതൽ 100 രൂപ വരെ ഉണ്ടാവും ഈ ഒരു പേപ്പറിൻ്റെ വില എന്ന് പറയുമ്പോൾ. 100 രൂപേൻ്റെ ഒക്കെ വാങ്ങുമ്പോൾ 4 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ചുറ്റും ഇതേപോലെ വൃത്തികേടായിട്ട് അങ്ങ് പിച്ചെടുക്കണം. അതിന് വൃത്തികേടാക്കാൻ നമുക്ക് പ്രത്യേകം കോച്ചിങ്ങോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രദ്ധിക്കാതെ അങ്ങ് പിച്ചെടുത്താൽ അത് മാക്സിമം നമ്മളങ്ങ് വൃത്തികേടാക്കി എടുക്കും. അങ്ങനെ ഈ വക്ക് പോയ പേപ്പർ നമുക്ക് ഇതിൽ ഒട്ടിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെക്യൂ മാജിക് എടുക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാവും ഇയാൾ ആരാന്ന്. അതെ, നമ്മുടെ വൈറ്റ് ഗ്ലൂ അല്ലെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫെവിക്കോൾ ഉണ്ടല്ലോ, അതേ സാധനം തന്നെ പുതിയ കുപ്പിലായിട്ടുള്ള പുതിയൊരു സംഭവമാണെന്നുള്ളൂ, വേറൊരു ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫെവിക്കോൾ ഉപയോഗിക്കുക. ഫെവിക്കോൾ ഉപയോഗിക്കുമ്പോൾ ലേശം കൂടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്മൂത്തായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ ഒരു പേപ്പർ പ്രിൻ്റഡ് ടിഷ്യൂ ഒട്ടിക്കുകയാണ്. പ്രിൻ്റഡ് ടിഷ്യൂ ഒട്ടിക്കുമ്പോൾ എങ്ങനെ ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൊബൈലിൻ്റെ പുറത്ത് സ്ക്രീനിൻ്റെ ഗാർഡ് ഒട്ടിക്കാറില്ലേ, ചുളി ഒന്നും വരാതെ ശ്രദ്ധിച്ചൊട്ടിക്കൂലേ, എയർ ബബിളൊന്നും കയറാതെ, അതേപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് പേപ്പർ ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഒട്ടിക്കാണ്ട്. പിന്നെ നമ്മുടെ MDF ബോർഡിൽ ഇഷ്ടംപോലെ സ്ഥലം ഒഴിവുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം തന്നെ നമ്മൾ ഇതേപോലെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാതെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബെഞ്ച് നമ്മൾ അതേപോലെ തന്നെ മറ്റൊരു പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്ത് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ആ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യണ്, അതിൻ്റെ പുറത്ത് നമ്മൾ കീറിയെടുത്ത പേപ്പർ ഒട്ടിക്കണം. പക്ഷെ കീറി എടുക്കുമ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ മുകളിൽ ഫ്ലവറും അതേപോലെ തന്നെ ബെഞ്ചിൻ്റെ സൈഡിൽ ബെഞ്ചൊക്കെ ഇടാൻ ശ്രമിക്കണം. അപ്പോഴേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ്. വേറെ പേപ്പർ വാങ്ങണമെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അതിങ്ങനെ തുടർച്ചയായിട്ട് തന്നെ ഒട്ടിക്കുന്നുണ്ട്. എഴുത്ത് വരുന്ന സ്ഥലത്ത് എഴുത്ത്, അതുപോലെ തന്നെ ബോക്സ് വരുന്നിടത്ത് ബോക്സ്, ഫ്ലവർ വരുന്നിടത്ത് ഫ്ലവർ, അങ്ങനെ നമ്മളത് ഒട്ടിച്ച് മുഴുവനാക്കിയിരിക്കുകയാണ്. പിന്നെ മുഴുവൻ ഒട്ടിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ പുറത്ത് വീണ്ടും നമ്മുടെ ഈ ഒരു വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വാർണിഷൊക്കെ അടിച്ചതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടാ ഒരു തിളക്കൊക്കെ കിട്ടും. അങ്ങനെ നന്നായിട്ട് ഉണങ്ങണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യട്ടാ. ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ നമ്മുടെ എല്ലാ വൈറ്റ് ഗ്ലൂ ഉണങ്ങി കിട്ടും. അങ്ങനെ കണ്ടിന്യൂഷൻ കണ്ടാ നമ്മൾ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ തന്നെ കർവും സ്ക്വയറും ഒക്കെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ കണ്ടിന്യൂഷൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരൊറ്റ ചിത്രമാണെന്നേ തോന്നുള്ളൂ. ഇതിന് പുറത്തൊട്ടിക്കാൻ നമുക്ക് വേണ്ടത് അക്കങ്ങളാണ്. അതേ, ക്ലോക്കിൽ നമുക്കറിയാം 15ഓളം അക്കങ്ങളുണ്ട്. ആ ഈ ഒരു 15ഓളം അക്കങ്ങൾക്ക് 15 രൂപ വരെ ഉള്ളൂ. ഇവരാണ് നമ്മളെ ക്ലോക്കിലെ മെയിൻസ്. 3, 6, 9, 12. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു 3, 6, 9, 12 ഫിക്സ് ചെയ്യാൻ പോവാണ്.
ഫിക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഫെവിക്കോൾ വെച്ച് അങ്ങ് ഒട്ടിക്കാം. പിന്നെ ഈ ഒട്ടിക്കണത് എങ്ങനെ ഒട്ടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം വരച്ചിട്ട്, നമുക്കറിയാമല്ലോ ഒരു വട്ടം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതിനെ 12 മുറിച്ച് 30 ഡിഗ്രിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാത്സ് പറഞ്ഞ് കൊളാക്കണില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു വട്ടത്തിലുള്ള പ്ലേറ്റോ അല്ലെങ്കിൽ പാത്രം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിന് 12 തുല്യ ഭാഗങ്ങളാക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ 12 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് നമ്മളതിൽ വീണ്ടും നമ്മുടെ ഈ MDF തന്നെ കട്ട് ചെയ്തെടുത്ത ഒരു ബോർഡ് അക്കങ്ങൾ ഇതേപോലെ നമ്മൾ വൈറ്റ് ഗ്ലൂവോ വേറെ ഏതെങ്കിലും ഗ്ലൂ വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. ഏതെങ്കിലും ഗ്ലൂ അല്ല, വൈറ്റ് ഗ്ലൂ ആണ് നല്ലത്. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ മെഷീനാണ്. ഈ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാവശ്യം പുതിയ മെഷീനാണ്. സാധാരണ നമ്മൾ കേടുന്ന ക്ലോക്കിൻ്റെ ചില്ലുപൊട്ടി ക്ലോക്കിൻ്റെ ഒക്കെയാണ് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് പുതിയതാണ്. 60 രൂപ മുതലാണ് ക്ലോക്കിൻ്റെ ഈ ഒരു ടൈം മെഷീന് വില വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളെ മെഷീൻ വരേണ്ട ആ ഒരു ഹോളുണ്ടല്ലോ, ആ ഹോള് നമ്മൾ ഇതേപോലെ അങ്ങ് കുത്തിയെടുക്കണം. ഇത് വലിയ കാര്യമൊന്നുമില്ല, നമുക്കറിയാം അവിടെ ഒരു ഹോൾ ഉണ്ടെന്ന്. അതെന്തെങ്കിലും ഒരു ഇറുക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ച് അങ്ങ് കുത്തി കഴിഞ്ഞാൽ അത് ഹോളായി വരും. ആ ഹോളിൽ കൂടെ നമ്മൾ ഇതേപോലെ ടൈം മെഷീൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതേപോലെ പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ നീഡിൽ നിന്നോ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ ഹാൻഡ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വിചാരിക്കണ പോലെ അത്ര വില ഒന്നുമില്ല. ഒരു 24 രൂപക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഈ ക്ലോക്കിൻ്റെ നീഡിൽ. നമ്മൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വാങ്ങാൻ പറ്റൂട്ടാ. നമ്മളിവിടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ക്യൂട്ട് എന്നുള്ള ഇതിന് കൺസെപ്റ്റിൽ പോണത് കൊണ്ട് തന്നെ അത്ര ആർഭാടാക്കി അലമ്പാക്കിയിട്ടില്ല, സിമ്പിളായിട്ടുള്ളത് വാങ്ങിയതാണ്. അങ്ങനെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിൻ്റെ പുറത്ത് സെക്കൻഡ് സൂചി കൂടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. സെക്കൻഡ് സൂചി വെച്ചതിന് ശേഷം സെക്കൻഡ് സൂചി ഇതേപോലെ ഓടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്ലോക്കിൻ്റെ വിഷയിൽ ബാറ്ററി ഇടണം. അല്ലാണ്ട് ഈ ഒരു മാജിക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലോക്കിൻ്റെ മിഷീനിൽ ബാറ്ററി ഇട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് സൂചി വെച്ച് ഉടനെ ഓടിയത്. അതിനുശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇതേപോലെ കുറച്ചൊക്കെ വൈറ്റ് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വാർണിഷ് അടിച്ച് കൊടുക്കുക, ക്ലിയർ വാർണിഷ് അടിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ ഒരു മാച്ച് ആയിട്ടുള്ള കളർ വെച്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇത് കാരണം മറ്റൊന്നുമില്ല, നമ്മൾ ആ താഴ്ഭാഗം ഒട്ടിക്കുമ്പോൾ നമുക്ക് പേപ്പർ തികയാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മൾ കൂട്ടി യോജിപ്പിച്ചത് കാണാതിരിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പൂ വരക്കേണ്ട ആൾക്കാർക്ക് പൂ വരക്കാം, ചെടി വരക്കേണ്ട ആൾക്കാർക്ക് ചെടി വരക്കാം. നമ്മളത്ര അടിപൊളിയായിട്ട് വരക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മളെ സ്ഥിരം ഉടായ്പകൾ കാണിക്കുന്നത്. കണ്ട, ഇതാണ് നമ്മളെ ക്ലോക്ക്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടാണ്. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അത്ര അടിപൊളിയാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എന്നും നമ്മൾ നോക്കുന്ന സാധനം ക്ലോക്ക്. അപ്പോൾ നമ്മളുണ്ടാക്കിയൊരു ക്ലോക്കിൽ നോക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഓരോരുത്തർ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗി എന്ന് പറയുന്നത് ഞാൻ തന്നെ അങ്ങനെ കുറേ വർഷം വേണ്ടി കാര്യമല്ലോ, കാരണം നിങ്ങളും പറയാം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്യുള്ളൂ, കാരണം ഇത്രയല്ലേ നിങ്ങൾ കാണാറുള്ളൂ. താഴെ ലുങ്കിയൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്രാവശ്യം തൊപ്പിടാൻ കാരണം എന്ന് പറഞ്ഞാൽ മുടി ചെയ്യിക്കാണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ക്ലോക്ക്. കണ്ട, നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തതാണ്. 200-250 രൂപയ്ക്ക് നമുക്ക് 15x15 ഇഞ്ച് വലുപ്പത്തിൽ ക്ലോക്ക് കിട്ടുമെങ്കിൽ അത് വാങ്ങാനായിരിക്കും നല്ലത്. ഇത് നമ്മളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഈ ഒരു കാശ് 250 രൂപ ചിലവാക്കി ഇത് ഉണ്ടാക്കണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിത് നല്ലതാണ് അല്ലെങ്കിൽ അഫോർഡബിളാണ്. നമ്മളുണ്ടാക്കിയൊരു ക്ലോക്ക് നമ്മളെന്നും കാണുമ്പോൾ ഒരു സന്തോഷം, അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റ് ആയിട്ട് തരണം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനോട് വയ്ക്കുക. ഞാൻ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ കൂടെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ബൈ.